നമസ്കാരം. എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റിൽ നിന്ന് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു ഉത്തരവിറങ്ങി. കഴിഞ്ഞ 8 വർഷമായിട്ട് IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൽ ഡയറക്ടറായിരുന്ന പഴയ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ ആ പോസ്റ്റിൽ നീക്കി പകരം LSDD സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെ ഇതിൻ്റെ IMGയുടെ അഡീഷണൽ ചാർജ് നൽകി. അത് ജയകുമാർ സാർ അവിടെ 8 വർഷമായിട്ട് ഫുൾ ചാർജിലായിരുന്നു. കാരണം അങ്ങനെ റിട്ടയർ ചെയ്ത് അദ്ദേഹത്തിന് ഫുൾ ചാർജിലാണ് ഇരുത്തിയിരുന്നത്. പക്ഷേ ടിങ്കു ബിസ്വാളിനെ ഇതിൻ്റെ അഡീഷണൽ ചാർജാണ് നൽകിയിരുന്നത്. ഈ വിഷയം കോൺട്രവേഴ്സിയിലാകാൻ കാരണം കേരളത്തിലെ IAS അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന P. അശോക്, അഗ്രികൾച്ചർ കമ്മീഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ P. അശോക് ഇദ്ദേഹത്തിൻ്റെ 8 വർഷം മുമ്പുള്ള IMGയിലെ നിയമനത്തിനെതിരെ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരുന്നു. IAS അസോസിയേഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ IMG ഡയറക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് IAS കേഡറിലുള്ളവർക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. ഒരു IASകാരൻ റിട്ടയർ ചെയ്താൽ പിന്നെ IAS കേഡറിൽ പെടുന്നില്ല. സോ ജയകുമാർ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദി ഡയറക്ടർഷിപ്പ് ഓഫ് ദി IMG. ഇത് വളരെ ഗ്രൗണ്ടുള്ള ആർഗ്യുമെൻ്റ് തന്നെയായിരുന്നു. കാരണം ജയകുമാർ 60 വയസ്സിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് അന്ന് തൊട്ട് ജയകുമാർ IASകാരനല്ല. അപ്പോൾ അത് മറച്ചു വെച്ചാണ് അദ്ദേഹത്തെ IMG ഡയറക്ടറാക്കിയത്. വെറുതെ ഈ അനിയത്തിയെ കാണിച്ചിട്ട് ചേടത്തിയെ കെട്ടിക്കുന്ന ഒരു ഏർപ്പാട് പോലെയാണിത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സർക്കാരിന് ഇതിലെ പെറ്റീഷൻ കോടതിയിൽ പോയപ്പോൾ തന്നെ അവിടെ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ സർക്കാരിന് ഒരു ഫൗൾ സ്മെല്ല് വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് സർക്കാർ ഒതുക്കത്തിൽ 8 വർഷം IMGയിലെ ഫുൾ ഡയറക്ടർഷിപ്പിലിരുന്ന ജയകുമാറിനെ കെ ജയകുമാറിനെ അവിടെ നിന്ന് മാറ്റി പകരം ടിങ്കു ബിസ്വാളിനെ അഡീഷണൽ ചാർജ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ കെ ജയകുമാറിന് ഇത് വലിയൊരു ഇൻസൾട്ടാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി വരെയായി സാംസ്കാരിക നായകനായിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഏതാണ്ട് 150 IASകാർ ഉൾക്കൊള്ളുന്ന IAS അസോസിയേഷൻ ആണ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് അദ്ദേഹം ഒരു വ്യാജ ഡോക്ടറെ പോലെ ഒരു വ്യാജ IASകാരനായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പരാതി. അത് ശരിയായതുകൊണ്ടാണല്ലോ ഇപ്പോൾ സർക്കാർ അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയത്. ടിങ്കു ബിസ്വാൾ LSDDയുടെ സെക്രട്ടറിയാണ്. LSDD ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറി ഉണ്ട് സെക്രട്ടേറിയറ്റിൽ. അവർക്ക് നല്ല ഭാരിച്ച പണിയാണ് ഉള്ളത്. രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഒത്തിരി മീറ്റിങ്ങുകളും റിവ്യൂകളും മന്ത്രിയായിട്ടുള്ള ഡിസ്കഷനും പല ഇതുമായിട്ട് നല്ല വർക്കിലോടുള്ള ഒരു ജോലിയാണ് ഒരു വകുപ്പ് സെക്രട്ടറി എന്നുള്ളത്. അപ്പോൾ ടിങ്കു ബിസ്വാളിന് LSDD സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ടിങ്കു ബിസ്വാളിൻ്റെ അഡീഷണൽ ചാർജ് കൂടെ കൊടുക്കുന്നു. ഒരു വകുപ്പ് സെക്രട്ടറിയുടെ ജോലി നോക്കുമ്പോൾ അതിൻ്റെ 10-1 ജോലി പോലും ഇല്ല IMGയുടെ ഡയറക്ടർക്ക്. അതുകൊണ്ട് അവർ ടിങ്കു ബിസ്വാൾ ആണെങ്കിലും മറ്റാരാണെങ്കിലും ഇതിൻ്റെ ചാർജുള്ളയാൾ ഈ സെക്രട്ടേറിയറ്റിലെ വർക്കിൻ്റെ ഇടയ്ക്ക് അവരുടെ സെക്രട്ടേറിയറ്റിലെ വർക്കിൻ്റെ ഇടയ്ക്ക് IMGയിൽ വരികയും അവിടെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്ന് ഫയലുകളൊക്കെ നോക്കി തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പതിവ്. കഴിഞ്ഞ 25 വർഷത്തിൽ ഈ ജയകുമാർ ഇരുന്ന് 8 വർഷം ഒഴിച്ച് ബാക്കി 17 വർഷവും അങ്ങനെയാണ് IMGയിലെ ഡയറക്ടർ പോസ്റ്റ് ഓടിയിരുന്നത്. അതിന് അഡീഷണലായിട്ട് ഫുള്ളായിട്ട് ആരെയും പോസ്റ്റ് ചെയ്തിരുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഒരു സെക്രട്ടറിക്ക് അഡീഷണൽ ചാർജ് കൊടുക്കും. പുള്ളി ഒരു 1-1.5 മണിക്കൂർ ഒന്നോടെ ഫയൽ നോക്കും. അതുകൊണ്ട് സർക്കാരിന് ലാഭം എന്ന് പറയുന്നത് സർക്കാരിന് IMG ഡയറക്ടർക്കായിട്ട് പ്രത്യേകം ശമ്പളം കൊടുക്കേണ്ടതില്ല. സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളം അതിൻ്റെ കൂടെ അഡീഷണൽ പൈസയൊന്നും കൊടുക്കാതെ തന്നെ IMG ഡയറക്ടർ പോസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് നടന്നു പോകും. പക്ഷേ ജയകുമാറിനെ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ജയകുമാറിനെ IMG ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പള സ്കെയിൽ തന്നെയാണ് കൊടുത്തിരുന്നതെന്നാണ് അറിയുന്നത്. ഇത് ഞാൻ അറിഞ്ഞത് ഈ ഡോക്ടർ അശോകിൻ്റെ ഒരു TV-യിൽ വന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. അത് ശരിയാണെങ്കിൽ അത് ഏറ്റവും വലിയ അധാർമികമായ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു സെക്രട്ടറിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-1 ജോലിയില്ല IMGയുടെ ഡയറക്ടർക്ക്. ഒരു പാർട്ട് ടൈമായിട്ട് ഒരു IASകാരൻ വന്ന് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അവിടെയാണ്
ഈ 4 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇരുത്തി. അദ്ദേഹത്തിന് ഈ 1-1.5 മണിക്കൂർ ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അദ്ദേഹം 8 വർഷം ആ പോസ്റ്റിലിരുന്നു. ഒരു വർഷം ഏതാണ്ട് 2.5 കോടി രൂപ ശമ്പളം തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 8 വർഷം കൊണ്ട് 4 കോടി രൂപ അദ്ദേഹത്തിന് ശമ്പളമായി കൊടുത്തു കാണും. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ബത്തകൾ, വണ്ടി, ഇങ്ങനെയുള്ള ഒരു 5 കോടി രൂപയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി 8 വർഷം സർക്കാർ ചെലവിട്ട് കാണും. അദ്ദേഹത്തിന് വളരെ സുഖമായിരുന്നു, കാര്യമായിട്ട് പണിയൊന്നും അവിടെ ഇല്ല. ആ സമയത്ത് 1-1.5 മണിക്കൂറേ പണിയുള്ളൂ. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അന്ന് അദ്ദേഹം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ, ആകെ കേരളത്തിലെ സാംസ്കാരിക നായകനായിട്ട് അദ്ദേഹം നിറഞ്ഞു നിന്നാടുകയായിരുന്നു കഴിഞ്ഞ 8 വർഷം. കവിയായി, ഗാനരചയിതാവായി, സാഹിത്യകാരനായി, ട്രാൻസ്ലേറ്ററായി, ദാർശനികനായി, IAS റോൾ മോഡലായി, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായി, പഴയ കമ്മ്യൂണിസ്റ്റുകാരനായി, പുതിയ കമ്മ്യൂണിസ്റ്റുകാരനായി ഒക്കെ കേരളത്തിലെ പൊതുവേദികളിൽ അദ്ദേഹം, അനേകം വേദികളിൽ അദ്ദേഹം വിളങ്ങി നിന്നു. നല്ലൊരു പ്രാസംഗികനാണ്, ഒന്നും പറയാനൊക്കത്തില്ല, നല്ലൊരു പ്രാസംഗികനാണ്. പക്ഷേ അതിൻ്റെ കൂടെ തനിക്ക് ഈ IMGയിലെ 1-1.5 മണിക്കൂർ സമയത്ത് ജോലിക്ക് വേണ്ടി വെറും 4 ലക്ഷം രൂപ എന്ന ചെറിയ തുക മാത്രം മേടിച്ചാണ് താൻ ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. അതെല്ലാവർക്കും അറിയാമായിരുന്നു. കേരളത്തിലെ എല്ലാ IASകാർക്കും, താഴത്തെ ലെവലിലുള്ള IASകാർ തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർക്ക് അറിയാമായിരുന്നു. കേരളത്തിലെ മന്ത്രിമാർക്ക് അറിയാമായിരുന്നു, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഇത് പുറത്തു പറയാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു. ആ ഒരു ധൈര്യം കാണിച്ചത് ഈ ഡോക്ടർ P. അശോക്, IAS അസോസിയേഷൻ്റെ സെക്രട്ടറി മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ, ജയകുമാറിനെ അവിടെ പോസ്റ്റ് ചെയ്തത് വലിയൊരു ക്രമക്കേടാണ്. P&RD സെക്രട്ടറി ആയിരിക്കും അദ്ദേഹത്തെ അവിടെ IMG ഡയറക്ടറായിട്ട് നിയമിച്ച്. P&RD സെക്രട്ടറി ഫയലിൽ ഒരിക്കലും അങ്ങനെ എഴുതരുതായിരുന്നു. ഇയാൾ റിട്ടയർ ചെയ്ത IASകാരനാണ്, ഇയാൾ IAS കേഡറിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് അയാൾ ഈ പോസ്റ്റിൽ എലിജിബിൾ അല്ല. അതുപോലെ കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ പോസ്റ്റിന് ഫുള്ളായിട്ട് ചാർജ് ആർക്കും കൊടുത്തിട്ടില്ല. ഒരു അഡീഷണലായിട്ട് ചാർജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് 10 പൈസ സർക്കാരിന് ചിലവില്ല എന്ന് ആ ഫയലിൽ എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള നിയമനം വരത്തില്ല. അത് ക്ലിയറായിട്ടുള്ള ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത്. ആ ക്രമക്കേടിൻ്റെ പുറകെ ഇത്രയും ശമ്പളം ജയകുമാർ മേടിച്ച് തീർത്തും അധാർമികമാണ്. പക്ഷേ ഇതൊക്കെ അധാർമികമാണ്. വീണ്ടും പുള്ളിയെ വീണ്ടും ശബരിമല കമ്മീഷണറായിട്ട് നിയമിച്ച് അദ്ദേഹം അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒന്നൊരു പ്രശ്നമല്ല. കർമ്മണ്യേ വാദി വാരസ്ത്യ മാ ഫലേഷു ഗതാചന എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നയം. ഇതൊക്കെ പറഞ്ഞാലും ഈ ത്യാഗം, ഇദ്ദേഹത്തിൻ്റെ ഈ വലിയ ത്യാഗം, അതായത് ഈ 4 ലക്ഷം രൂപ വെച്ച് മേടിച്ചുകൊണ്ട് 1.5 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നുള്ള വലിയ ത്യാഗം പുറത്തു കൊണ്ടുവരുവാൻ ഗട്ട്സ് ഉണ്ടായിരുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഡോക്ടർ അശോക് മാത്രമാണ്. ആ ഡോക്ടർ അശോക് ഒഴിച്ച് മറ്റൊരു IASകാരന് ഈ ധൈര്യമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? കാരണം ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ള നയമാണ് ഈ ജയകുമാർ സാർ എടുത്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും മറ്റു പലരുടെയും നിയമം. അതുമാത്രമല്ല, ഇതിന് വേറെ ഈ IASകാരന് തെറ്റായ കാര്യങ്ങളെ ചെറുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു തണ്ടുബലം വേണം. ആ തണ്ടുബലം ഉണ്ടായിരുന്നെങ്കിൽ ഈ P&RD സെക്രട്ടറി ഇങ്ങേർക്ക് ജയകുമാറിന് അവിടെ നിയമനം കൊടുക്കാനുള്ള ഫയലിൽ ഒപ്പിടില്ലായിരുന്നു. അത് അദ്ദേഹം ചെറുത്ത് നിന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കാതെ വന്നേനെ. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നു. അപ്പം IAS എന്ന് പറയുന്നത് വലിയ ബൗദ്ധിക നിലവാരമൊന്നും ആവശ്യമുള്ള പോസ്റ്റൊന്നുമല്ല. കാരണം ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, റവന്യൂ, ഫിനാൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവർക്ക് സെക്രട്ടറിമാർക്ക് വലിയ റോളുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, ഇറിഗേഷൻ, മെഡിക്കൽ, ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സെക്രട്ടറിയുടെ അത്രയും കോൺട്രിബ്യൂഷൻസ് തന്നെ വകുപ്പ് തലവൻ ഉണ്ട്. അവരുടെ വകുപ്പ് തലവന്മാരാണ് അവിടെ സ്പെഷ്യലിസ്റ്റ്. അതിലും വലിയ റോളൊന്നും
സെക്രട്ടറിമാർക്കില്ല. പക്ഷേ ഇവർ സെക്രട്ടറിമാരിൽ നിന്ന് IASകാരിൽ നിന്ന് സർക്കാർ ആഗ്രഹിക്കേണ്ട, ജനം ആഗ്രഹിക്കുന്നവരുടെ തണ്ടുബലമാണ് തെറ്റിനെ ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം. അതാണ് തണ്ടുബലം. അതുള്ള വളരെ അപൂർവം IASകാരെ കേരളത്തിലുള്ളൂ. ഈ ഡോക്ടർ P അശോക് നല്ല തണ്ടുബലമുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. ഈ തണ്ടുബലം എന്ന് പറയുന്നത് IAS കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. തണ്ടുബലത്തിന് വേറെ ഒരു വാക്കും പറയാം, മറ്റേതിൻ്റെ ഉറപ്പെന്ന് പറയാം. അതിന് നല്ല ഉറപ്പുള്ളവനെ IAS വരാവുള്ളൂ. ഈ ഉറപ്പ് IAS പരീക്ഷയൊന്നും എഴുതുന്നതുകൊണ്ട് കിട്ടുന്നില്ല. അതും നല്ല തന്തയ്ക്ക് ജനിച്ച IASകാരനാണെങ്കിലും അല്ലെങ്കിലും ഈ മറ്റേതിൻ്റെ ഉറപ്പ് നല്ലപോലെ കാണും. P അശോക് നല്ല ഒന്നാന്തരം തന്തയ്ക്ക് ജനിച്ച ഒരു IASകാരനാണ്. അങ്ങനെയുള്ള അപൂർവം IASകാരിൽ ഒരാളാണ്. അത് മാത്രം പോരാ, തണ്ടുബലം മാത്രം പോരാ, കളത്തിലകത്ത് നിന്ന് വിദഗ്ധമായി കളിക്കാനുള്ള ഒരറിവ് കൂടി ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. അല്ല ഈ തണ്ടുബലം മാത്രമുള്ളവരായിരുന്നു പഴയ DGP ജേക്കബ് ജോർജ്, അതുപോലെ പ്രശാന്ത്. പക്ഷേ ഇവരൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ഇന്ന് കളത്തിൻ്റെ ഔട്ടിലാണ്, കളത്തിൽ നിന്ന് കളിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഡോക്ടർ P അശോകിനെ 3-4 പോസ്റ്റുകളിൽ നിന്ന് മാറ്റി. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. അവിടുത്തെ കൊള്ള യൂണിയനുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡ് നന്നാക്കാൻ നോക്കി, ഒരു പരിധിവരെ നന്നാക്കി. അവിടുത്തെ യൂണിയൻ്റെ നേതാവിനെ അദ്ദേഹം ആദ്യമായിട്ട് ചക്രവർത്തിയായിട്ടിരുന്ന വാഴുന്ന എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ നേതാവിനെ അദ്ദേഹം നേരെ കോഴിക്കോട് അടിച്ചു, ട്രാൻസ്ഫർ ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമായിരുന്നു അത്. മന്ത്രി പോലും അങ്ങനെ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ സംഘടനക്കാരെ മുഖ്യമന്ത്രിയെ പിടിക്കുകയും അതനുസരിച്ച് ഇദ്ദേഹത്തെ വീണ്ടും അവിടുന്ന് അഗ്രികൾച്ചർ സെക്രട്ടറി ആയിട്ട് മാറ്റുകയും ചെയ്തു. അഗ്രികൾച്ചറിൽ നിന്ന് അവിടുത്തെ എന്തോ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നതിന് അദ്ദേഹത്തെ അവിടെ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക്, ഇല്ലാത്ത വകുപ്പിലേക്ക് മാറ്റി. ഭരണപരിഷ്കാര കമ്മീഷൻ ഇല്ലാത്ത ഒരു പോസ്റ്റിലേക്ക് മാറ്റി. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. അത് സ്റ്റേ ചെയ്തു. സർക്കാരിന് എന്തും കലിപ്പ് തീർന്നില്ല. സർക്കാർ അദ്ദേഹത്തെ അവിടുന്ന് വേറെ ഏതോ പിയാൻഡാടി സെക്രട്ടറിയോ അല്ല KTDFC, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ, അതും വളരെ താഴെ പോകുന്ന പോസ്റ്റ്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒക്കെ വളരെ താഴ്ന്ന ജൂനിയർ IASകാരിരിക്കുന്ന പോസ്റ്റിലേക്ക് 5-6 വർഷം സർവീസുള്ള IASകാരിരിക്കുന്ന പോസ്റ്റിലേക്ക് ഈ 10-25 വർഷം സർവീസുള്ള IASകാരനെ മാറ്റി. അവിടെയും അവർക്ക് സർക്കാരിൻ്റെ പുല്യം ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ വീണ്ടും ഇവിടെ പോയി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അത് സ്റ്റേ ചെയ്യിച്ചു. അങ്ങനെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണ്. പക്ഷേ അതൊന്നും കൊണ്ടൊന്നും കുലുങ്ങുന്ന പാർട്ടിയല്ല. ഞാൻ പറഞ്ഞില്ലേ, അതിനാണ് പറയുന്നത് നല്ല തന്തയ്ക്ക് ജനിച്ച IASകാരനാണ്, നല്ല തണ്ടുബലമുള്ള കക്ഷിയാണ്. ഇങ്ങനെയുള്ള ഒരു 5-6 IASകാർ കേരളത്തിലുണ്ടെങ്കിൽ ഈ കേരളം രക്ഷപ്പെട്ടു പോകും കേട്ടോ. ഈ വിവരമില്ലാത്ത മന്ത്രിമാരും വിവരമില്ലാത്ത മുഖ്യമന്ത്രിയും ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും അതനുസരിച്ചുള്ള അഴിമതിയും ക്രമക്കേടും കെടുകാര്യസ്ഥയും ഇതുപോലെ പൃഷ്ഠം താങ്ങികളുടെ അഴിമതിയും ഇതെല്ലാം നിൽക്കും. ഇതുപോലുള്ളൊരു 5 പേരുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ചെറുപ്പക്കാർ IASകാർ KSകാർ അവർ ഈ റോൾ മോഡലൊന്നും ആക്കേണ്ട ഈ ജയകുമാർ സാറിനെ പോലെ ഉള്ളവരൊന്നുമല്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ P അശോകിനെ പോലെ അദ്ദേഹം ഈ ജയകുമാർ സാറിനോളം കണ്ടാൽ സുന്ദരനൊന്നും അല്ല, അത്തരം പൊക്കമില്ല, നിറമില്ല, ഗാനരചയിതാവൊന്നുമല്ല, വലിയ സാഹിത്യ അഭിരുചിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ആൾ പുലിയാണ് കേട്ടോ, നിങ്ങളിലുള്ളൊരു പുലിയാണ്. അതുകൊണ്ട് നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് ഇതുപോലുള്ള IASകാരെയാണ് റോൾ മോഡലാക്കേണ്ടത്. അതൊക്കെ വളരെ 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 അപൂർവമായിരിക്കും ഇതുപോലുള്ളൊരു ജന്മം.